ജർമ്മനിയെ സംബന്ധിച്ച് ഈ ഒരു വേൾഡ് കപ്പും വലിയൊരു പരാജയത്തോടെയാണ് അവസാനിച്ചിരിക്കുന്നത്. 2014 ശേഷം ജർമ്മനിയുടെ വലിയൊരു തകർച്ചയായിരുന്നു ഫുട്ബോൾ ലോകം കണ്ടത്. പരാഗ്വേക്കെതിരായിട്ടുള്ള റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ജർമ്മനി പരാജയപ്പെട്ടത്. ജർമ്മൻ താരം കിമ്മിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇത് വളരെ ഒരു മോശം അവസ്ഥ തന്നെയാണ്. എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. വേൾഡ് ക്ലാസ് അല്ലാത്ത 3 ടീമുകൾക്കെതിരെയാണ് ഞങ്ങൾ പ്രയാസപ്പെട്ടു പോയത്. വേൾഡ് കപ്പിൽ നിന്നുമുള്ള ഈ ഒരു പുറത്താവൽ ഞങ്ങൾ അർഹിച്ചിരുന്നു എന്നാണ് മത്സരശേഷം ജോഷുവ കിമ്മിച്ച് പറഞ്ഞത്. വളരെ നിരാശ നൽകുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ജർമ്മനി ഇത്തവണയും പുറത്തായിരിക്കുന്നത്. അടുത്തൊരു വാർത്ത: ഇന്നലെ ജപ്പാനെതിരായുള്ള നിർണായക മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ബ്രസീൽ വിജയിക്കുകയായിരുന്നു. മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ബ്രസീലിയൻ താരങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചത്. തുടർച്ചയായി അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് ബ്രസീൽ ജപ്പാനെ പ്രഷറിലാക്കുകയായിരുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷത്തിലാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ഗോളിലൂടെ ബ്രസീൽ വിജയം. ബ്രസീൽ ആരാധകരുടെയൊക്കെ സംശയമായിരുന്നു എന്തുകൊണ്ട് സൂപ്പർ താരം നെയ്മറിനെ കളത്തിലിറക്കിയില്ല എന്നുള്ളത്. മത്സരത്തിനിടയിൽ നെയ്മർ വാമപ്പ് ചെയ്യുന്നതെല്ലാം കണ്ടിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നെയ്മർ കളിക്കുമെന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിനുള്ള കാരണം കോച്ച് കാർലോ ആൻസലോട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ്. നെയ്മർ ഞാൻ എക്സ്ട്രാ ടൈമിൽ ഇറക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. നെയ്മറോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ ഒരു സമനില ഗോൾ നേടിയില്ലായിരുന്നുവെങ്കിൽ നെയ്മർ 60ാമത്തെ മിനിറ്റിലോ അല്ലെങ്കിൽ 65ാമത്തെ മിനിറ്റിലോ പകരക്കാരനായി കളത്തിലിറങ്ങുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സമനില ഗോൾ നേടിയത് കൊണ്ട് തന്നെ പിന്നീട് ടീമിന്റെ ഷേപ്പിൽ മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അപ്പോഴേക്കും മത്സരത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടൊരു മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് കാർലോ ആൻസലോട്ടി മത്സരത്തിന് ശേഷം പറഞ്ഞത്. മത്സരത്തിന്റെ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ടായിരുന്നു നെയ്മറിനെ ഇറക്കാതിരുന്നത്. എന്തായാലും പ്രീ ക്വാർട്ടറിലേക്ക് ബ്രസീൽ യോഗ്യത നേടിയിട്ടുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.